പറയാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, സംസ്ഥാനത്തിന്റെ കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത് നല്ല മുന്നേറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളിൽ കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ ഇതെങ്ങനെ ബാധിക്കും? വാസ്തവത്തിൽ ഇന്ത്യൻ എക്കണോമിയിൽ ഒരു റിസഷൻ ട്രെൻഡാണ് എന്ന് നിങ്ങൾ ആദ്യം ഇതിൻ്റെ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എടുത്തിട്ട് അതിൻ്റെ ആദ്യ ഭാഗം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം സാമ്പത്തിക രംഗത്ത് വലിയ മുന്നോട്ട് പോക്കില്ല, വളർച്ചയില്ല, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള നയങ്ങളില്ല. പല മേഖലയിലും കൊടുക്കുന്ന, കാർഷിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ, വ്യവസായ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൊടുക്കുന്ന, ഗ്രാമീണ മേഖലയിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? കൂടുതൽ എംപ്ലോയ്മെന്റ് ഉണ്ടാവില്ല, നാട്ടിൻ പുറത്തേക്ക് ധാരാളം പണം എത്തില്ല. ഏറ്റവും പ്രധാന പ്രശ്നം ഈ ബഡ്ജറ്റിന്റെ അതാണ്. ബാക്കി കേരളത്തിലെ കാര്യത്തിലേക്ക് വരാം. കേരളത്തിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. പക്ഷെ വളരെ വളരെ നിരാശാജനകമായിരുന്നു. ആകെ ടാക്സ് ഇന്ന് വായിച്ചതിനകത്ത് മഹാഭൂരിപക്ഷം സമയം ടാക്സ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു. ടാക്സിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞോന്ന് ചോദിച്ചാൽ അതിനകത്തൊന്നും ഇല്ലതാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ആ ടാക്സ് നിർദ്ദേശങ്ങൾ തന്നെ നമ്മുടെ താല്പര്യത്തിനല്ല, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കരാറിന് സഹായിക്കുന്ന, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന യൂറോപ്യൻ യൂണിയൻ കരാർ, നേരത്തെ ട്രംപിന്റെ ഭീഷണിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അതിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായ അധികം കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം തന്നെ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞു, എക്കണോമിക്കകത്ത് ഒരു വളർച്ചയില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം 34,20,000 കോടി രൂപയോളാണ്, 34,20,000 കോടിയോളമായിരുന്നു നമ്മുടെ ആകെ റവന്യൂ റെസീറ്റ്സ്. അതിപ്പോൾ 35 ലക്ഷം രൂപയേ ആയുള്ളൂ. എന്ന് പറഞ്ഞാൽ തുകയൊക്കെ വലുതാണെങ്കിലും ഒരു സ്റ്റേറ്റിൽ തന്നെ സാധാരണ 10,000 20,000 ഒക്കെ റവന്യൂ റെസീറ്റ്സ് വർദ്ധിക്കും. ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് റവന്യൂ റെസീറ്റ്സിൽ നിങ്ങൾ അതിൻ്റെ മുമ്പത്തെ കണക്കുകളെടുത്ത് നോക്കിക്കോ. റവന്യൂ വരുമാനത്തിനകത്ത് ഒരു വർഷം കൊണ്ട് 10%, 5% പോലും ഇല്ല. 35 ലക്ഷത്തിൽ നിന്നും ഞാൻ പറഞ്ഞ 34 ലക്ഷത്തിൽ നിന്ന് 35 ലക്ഷം ആവുകയാണെങ്കിൽ എത്രയുള്ളത്? 3%-ത്തിനടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നികുതി പരിഷ്കാരം, മറ്റ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തത് ഇക്കണോമിയെ സ്തംഭിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബഡ്ജറ്റിൽ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ബഡ്ജറ്റിൽ പറയുന്ന കണക്ക് അത്ര അറ്റൈൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റാറില്ല, പിന്നെ വരുന്ന ക്രൈസിസ് ബാധിക്കും. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ മുന്നോട്ട് പോക്കിനെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു. ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട്. പല മേഖലയിലും ഇപ്പോൾ ചെലവ് കുറയ്ക്കുന്നത് ഇതിനകത്ത് തന്നെ ഉണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികളിലൊക്കെ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കും.